മുത്തങ്ങ ഭൂസമരത്തിൽ പോലീസ് കെ.വി. വിനോദിന്റെ കൊലപാതക കേസിൽ ഒരാൾ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. മറ്റ് പ്രതികളെ വെറുതെ വിട്ടു. പ്രതി മരിച്ചതിനാൽ കോടതി ശിക്ഷ വിധിച്ചില്ല. അതേസമയം പോലീസുകാരെയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെയും ബന്ദിയാക്കി ആക്രമിച്ച കേസിൽ എം ഗീതാനന്ദൻ അടക്കം 4 പേർക്ക് 5 വർഷത്തെ കഠിന തടവും പിഴയും കോടതി വിധിച്ചു. മുത്തങ്ങ ഭൂസമരത്തിൽ പോലീസ് കെ.വി. വിനോദിന്റെ കൊലപാതകം, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനും പോലീസ് ഉദ്യോഗസ്ഥനും എതിരെയുള്ള ആക്രമണം തുടങ്ങി 2 കുറ്റപത്രങ്ങളിലാണ് കൽപ്പറ്റ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജി ഇന്ന് വിധി പ്രസ്താവിച്ചത്. മുത്തങ്ങ ഭൂസമരത്തിൽ കൊല്ലപ്പെട്ട പോലീസുകാരൻ കെ.വി. വിനോദിന്റെ കൊലപാതകത്തിൽ 2ാം പ്രതി അശോകൻ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞതായി കൽപ്പറ്റ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജി വിധി പ്രസ്താവിച്ചു. മറ്റ് പ്രതികൾ കുറ്റക്കാരാണെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ലെന്നും അതുകൊണ്ട് പ്രതികളെ വെറുതെ വിടുന്നതായും കോടതി വിധി പ്രസ്താവിച്ചു. അതേസമയം ഭൂസമരത്തിൽ കൊല്ലപ്പെട്ട ജോഗിയുടെ മരണത്തിൽ CBI അന്വേഷണം നടത്തിയില്ലെന്ന ആരോപണം പ്രതിഭാഗം അഭിഭാഷകൻ ഉന്നയിച്ചു. CBI കേസ് അന്വേഷിച്ചിട്ട് പോലും 57 പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചതിൽ ഒരു പ്രതിയെ ഒഴിച്ച് മറ്റൊരു പ്രതിക്കുമെതിരെ കൊലപാതക ശ്രമം അല്ലെങ്കിൽ കൊലപാതകം തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മരണപ്പെട്ട വിനോദിനും അതുപോലെ തന്നെ കൊല്ലപ്പെട്ട ജോഗിക്കും ഈ കേസിൽ നീതി ലഭ്യമായിട്ടില്ല എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. 2ാം പ്രതി അശോകൻ മരിച്ചതിനാൽ ജഡ്ജി അയൂബ് ഖാൻ പത്തനാപുരം അശോകന് ശിക്ഷ വിധിച്ചില്ല. 57 പേരാണ് കേസിൽ പ്രതികളായി ഉണ്ടായിരുന്നത്. 15 പേർ വിചാരണ കാലയളവിൽ മരണപ്പെട്ടിരുന്നു. 3 പേർ കോടതിയിൽ ഹാജരായില്ല. അതേസമയം മുത്തങ്ങ ഭൂസമരത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ ശശിധരൻ, പോലീസുകാരൻ അബ്ദുൽ സലാം എന്നിവരെ സമരക്കാർ ബന്ദിയാക്കി ആക്രമിച്ചു പരിക്കേൽപ്പിച്ച കേസ് തെളിയിക്കപ്പെട്ടു. കേസിൽ എം ഗീതാനന്ദൻ, ബിനു, രമേശൻ കൊയ്യാലിപ്പുര, അനിൽകുമാർ എന്നിവർക്ക് 16 കുറ്റങ്ങളിലായി 19 വർഷം കഠിന തടവും 7 മാസം തടവും പിഴയും ശിക്ഷ വിധിച്ചു. ശിക്ഷ ഒന്നിച്ച് അനുഭവിച്ചാൽ മതിയെന്ന കാരണത്താൽ 5 വർഷത്തെ കഠിന തടവ് അനുഭവിച്ചാൽ മതിയാകും. കൂടാതെ വിക്ടിം കോമ്പൻസേഷൻ സ്കീം അനുസരിച്ച് മരിച്ച വിനോദിന്റെ കുടുംബത്തിന് 7 ലക്ഷം രൂപയും പരിക്കേറ്റ അബ്ദുൽ സലാമിന് 3 ലക്ഷം രൂപയും പരിക്കേറ്റ ശശിധരന് 2 ലക്ഷം രൂപയും നഷ്ടപരിഹാരമായി നൽകാൻ DLSAക്ക് കോടതി ശുപാർശ ചെയ്തു. PV ജോഷില, കൈരളി ന്യൂസ്, വയനാട്.